നമസ്കാരം. ഓണമിങ്ങെത്തി. പത്രമാധ്യമങ്ങളിലും നാട് മുഴുവനും കച്ചവടക്കാർ തങ്ങളുടെ പരസ്യങ്ങൾക്ക് മാറ്റുകൂട്ടാൻ കയ്യിലൊരു ഓലക്കുടയും പിടിച്ച് വലിയ കുടവേറനായ ഒരു തീറ്റപ്പണ്ടാരത്തിൻ്റെ തലയിൽ ഒരു കിരീടവും ഫിറ്റ് ചെയ്ത് മഹാബലിയാണെന്ന പേരിൽ ഒരു വികൃത രൂപത്തെ കുത്തി നിറച്ച് കഴിഞ്ഞു. ഓർമ്മ വെച്ച കാലം മുതൽ കണ്ടുവരുന്ന ഈ അവഹേളനത്തിന് കച്ചവടക്കാരെ കുറ്റം പറയേണ്ട കാര്യമില്ലെന്ന് തോന്നുന്നു. ധീരനും കരുത്തനുമായിരുന്ന മഹാബലിയെ ഒരു കുടവയറൻ തീറ്റപ്പണ്ടാരത്തിൻ്റെ രൂപത്തിൽ എന്നും ചിത്രീകരിച്ച് കണ്ടിട്ടുള്ളതിൻ്റെ പിന്നിൽ സവർണ മേലാളന്മാരുടെ ചില നിക്ഷിപ്ത അജണ്ടകളുണ്ടായിരുന്നുവെന്നാണ് മനസ്സിലാക്കേണ്ടത്. നേരിട്ട് ഏറ്റുമുട്ടി കീഴടക്കാനാവില്ലെന്ന് തിരിച്ചറിഞ്ഞിരുന്ന മഹാനായ മഹാബലിയെ അക്കാലത്തെ സവർണ നേതൃത്വം ചതിപ്രയോഗത്തിലൂടെ ഇല്ലാതാക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ തെളിഞ്ഞു വരേണ്ടത് ധീരനും കരുത്തനുമായ ഒരു യോദ്ധാവിൻ്റെ ചിത്രമാണ്. കണ്ടു ശീലിച്ചതും തലച്ചോറിലേക്ക് അടിച്ചേൽപ്പിക്കപ്പെട്ടതും ഒരു വികൃത രൂപമായിരുന്നു. എന്തിനേറെ 1886-906 കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന രാജാ രവിവർമ്മ എന്ന മഹാനായ ചിത്രകാരൻ മഹാബലിയെ ആരോഗ്യദൃഢഗാത്രനായ ഒരു രാജാവായി വ്യക്തമാക്കുന്ന മനോഹര ചിത്രം വരച്ചിട്ടും സർക്കാരിൻ്റെ ഔദ്യോഗിക ഓണാഘോഷ പരിപാടികളിൽ പോലും മഹാബലി തീറ്റപ്പണ്ടാരം തന്നെ. എന്തുകൊണ്ട് ഒരു വൈകൃത രൂപിയായി അദ്ദേഹത്തെ ചിത്രീകരിക്കുന്നു എന്നത് വലിയൊരു ചോദ്യമാണ്. യഥാർത്ഥ മാവേലി കരുത്തനായ ദ്രാവിഡ രാജാവായിരുന്നുവെന്ന ചിന്ത മലയാളിയുടെ മനസ്സിലേക്ക് എത്തിക്കുന്നതിൽ നിന്നും ഏതൊക്കെയോ നിഗൂഢ ശക്തികൾ തടസ്സമായി നിൽക്കുന്നു എന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. രാജാ രവിവർമ്മയ്ക്ക് ശേഷം നിരവധി ഭാവന സമ്പന്നരായ ചിത്രകാരന്മാർ മഹാബലിയുടെ ഗാംഭീര്യമാർന്ന ചിത്രങ്ങൾ വരച്ചിട്ടുണ്ട്. എൻ്റെ ഓഫീസ് റൂമിലെ ചുവരിൽ തൂങ്ങിക്കിടക്കുന്ന മഹാബലിയുടെ ചിത്രമാണിത്. ഇങ്ങനെയൊക്കെ ചിത്രകാരന്മാർ ചിത്രങ്ങൾ വരച്ചിട്ടും സർക്കാർ ഉൾപ്പെടെയുള്ള സമസ്ത ഏജൻസികളും കുടവയറിൻ്റെ പിന്നാലെയാണ്. രവിവർമ്മയുടെ കാലഘട്ടത്തിന് ശേഷം 1.25 നൂറ്റാണ്ട് പിന്നിടുമ്പോഴാണ് വീണ്ടും യഥാർത്ഥ മഹാബലിയെ നമ്മളിപ്പോൾ തേടുന്നത്. ഒരു സവർണ രാജാവ് തന്നെയായിരുന്ന രവിവർമ്മ തൻ്റെ ഭാവനയിൽ മഹാബലിയെ കാണാൻ ശ്രമിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ കുലത്തിൻ്റെ തേജസ് മഹാബലിയിൽ കണ്ടെത്താൻ ശ്രമിച്ചത് അദ്ദേഹത്തിൻ്റെ വലിയ മനസ്സായി വേണം വിലയിരുത്തേണ്ടത്. മറ്റൊരു ദ്രാവിഡ രാജാവായിരുന്ന രാവണനോടും സൂതപുത്രനായി തരം താഴ്ത്തപ്പെട്ട കർണനോടും കുലമഹിമയെ വാഴ്ത്തിപ്പാടിയ സവർണ മതവ്യാപാരികൾ ഇതേ നയം തന്നെയാണ് സ്വീകരിച്ചതെന്നതും മറക്കാനാവില്ല.